ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാവുകയാണ്. ഒന്നല്ല കേട്ടോ, 26 മണ്ഡലങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. 26 മണ്ഡലങ്ങളിലെയും കുരുക്കഴിച്ച് വരുമ്പോൾ സമയം കുറച്ചാവുമോ? അങ്ങനെ ആകരുത്, എത്രയും പെട്ടെന്ന് വരിക. നമുക്കും സ്ഥാനാർത്ഥികളെ കാണണം, അവരുടെ പ്രചരണങ്ങളൊക്കെ നമുക്കും കവർ ചെയ്യണം. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ തർക്കം രൂക്ഷമാണ്. തിരുവനന്തപുരം ജില്ലയിലെ തർക്കങ്ങൾ നോക്കിയാൽ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കാൻ ഉറച്ചു നിൽക്കുകയാണ് എൻ ശക്തൻ. എന്നാൽ നേതൃത്വം പരിഗണിക്കുന്നത് ഉഷാകുമാരിയാണ്. നെയ്യാറ്റിൻകരയിൽ ശക്തൻ വേണോ അതല്ല ഉഷാകുമാരി വേണോ? തർക്കം 1. വാമനപുരത്ത് പാലോട് രവി വേണോ അതല്ല അവിടെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വേണോ? പാലോട് രവിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തർക്കം 2. തർക്കം 3 ചെറിയൻകീഴാണ്. രമ്യ ഹരിദാസിന്റെ കോലം കത്തിച്ചു പ്രവർത്തകർ, KPCC പ്രസിഡന്റെയും. തർക്കം 4 തിരുവനന്തപുരത്ത് മാത്രം. അരുവിക്കരയിൽ K ശബരിനാഥിനെതിരെയും ശക്തമായ പ്രതിഷേധം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, തിരുവനന്തപുരത്ത് മാത്രം ചുരുങ്ങിയത് 4 ഇടങ്ങളിൽ തർക്കമുണ്ട്. കാട്ടാക്കടയിലും എന്തൊക്കെയോ ചില തർക്കങ്ങളുണ്ട് എന്നാണ് വരുന്ന വിവരം. LDF ആണെങ്കിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. UDF ആണെങ്കിൽ ഈ തർക്കങ്ങളുടെ കുരുക്കഴിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്. കിറാമുട്ടിയായിട്ട് മാറുന്ന ചില മണ്ഡലങ്ങളിലുണ്ടോ? 26 മണ്ഡലങ്ങളിൽ 2 ഡസനോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. പ്രാദേശിക തർക്കങ്ങൾ ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് റോഷിപാൽ? അരുൺകുമാർ, സംസ്ഥാനത്ത് പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക അത്ര എളുപ്പമല്ല. ഒരു ബാലികേറാമലയായി മാറുന്ന സാഹചര്യമാണ്. നേതാക്കൾ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നും നാളെയുമായി ദില്ലിയിൽ സുപ്രധാന ചർച്ചകൾ നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിരവധി മണ്ഡലങ്ങളിലാണ് തർക്കങ്ങൾ. നെയ്യാറ്റിൻകരയിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എൻ ശക്തനാണ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി താല്പര്യത്തോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുമെന്ന മുന്നറിയിപ്പ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അവിടെ മറ്റൊരാളെയാണ് പരിഗണിക്കുന്നത്. അതേപോലെ ഓരോ മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നേരെ തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിലാണെങ്കിലും ഓരോ ഇടങ്ങളിലും പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരത്ത് ഒറ്റപ്പേരിലെത്തിയ ചുരുക്കം മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് K മുരളീധരന് മാത്രമാണ് മറ്റൊരു എതിരാളി ഇല്ലാതെ അവിടെ തീരുമാനിക്കാൻ പറ്റിയത്. മറ്റ് ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ സമാനമായി CMBക്ക് തിരുവനന്തപുരം സീറ്റ് കൈമാറുന്നതിനെതിരെ വലിയ പ്രതിഷേധം. 12 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ കത്ത് കോൺഗ്രസ് നേതൃത്വം നൽകി. അങ്ങനെ ഓരോ ഇടത്ത് നോക്കുമ്പോഴും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. വാമനപുരത്ത് പാലോട് രവിക്കെതിരെയുള്ളത്, നെടുമങ്ങാട് അവിടെ നെടുമങ്ങാട് പ്രതിഷേധമുണ്ട്. മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് അവിടെ നേതാക്കൾ ഒന്നാകെ പ്രതിഷേധിച്ചത്. ചിറയൻകീഴ് പ്രത്യക്ഷ പ്രതിഷേധമാണ്. KPCC പ്രസിഡന്റൊക്കെ കോലം തെരുവിലിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. കഠിനംകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് 15ഓളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി എത്തി കോലം കത്തിച്ചത്. അവിടെ രമ്യ ഹരിദാസിനെ പരിഗണിക്കരുതെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് നേരെ അരുവിക്കരയിലെത്തിയാൽ മുൻ MLA K ശബരിനാഥിനെ പരിഗണിക്കുമ്പോൾ ശബരിനാഥിനെതിരെ പോസ്റ്റർ KPCC ആസ്ഥാനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പാലോട് രവിക്കെതിരെ വാമനപുരത്ത് എമ്പാടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. കത്തുകൾ AICCക്ക് പോകുന്നു. അങ്ങനെ ഓരോ മണ്ഡലം ആറന്മുളയിൽ അബിൻ വർക്കിയെ പരിഗണിക്കുമ്പോൾ പ്രാദേശിക പരിഗണന നൽകണമെന്ന ആവശ്യമായി അവിടെ നേതാക്കൾ മുന്നോട്ട് വരുന്നു. അവിടെ കോന്നിയിൽ പഴകുളം മധുവിനെതിരെ അവിടെ റിങ്കു സമാനമായ രീതിയിൽ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജില്ലയിലും എറണാകുളത്തുണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ G സുധാകരനെ പിന്തുണയ്ക്കരുതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ M ലിജുവിനെ പരിഗണിക്കണം. ആലപ്പുഴ മണ്ഡലത്തിൽ A ഷുക്കൂർ നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചു. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തുടങ്ങും. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. അവിടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെയാണ് തൃക്കരിപ്പൂരിൽ പരിഗണിക്കുന്ന ജോമോൻ ജോസിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. കണ്ണൂരിലാണെങ്കിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മാത്രമേ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ഇന്നോ നാളെയോ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും പ്രശ്നമാണ്. 26 മണ്ഡലങ്ങളിൽ നിലവിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട് അരുൺകുമാർ. മറ്റിടങ്ങളിലും ഭിന്നതയുണ്ട്. മറ്റിടങ്ങളിൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെങ്കിലും 26 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 26 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. പക്ഷേ ഇനിയൊരു എമർജൻസി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥികൾ ഒരു മുഴം മുൻപേ വീടുകളൊക്കെ കയറി ഇറങ്ങി. ഒരു റൗണ്ട് LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണം കഴിയുമ്പോൾ മാത്രമേ നിലവിലുള്ള സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥികൾ പലരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കൂ. അതുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ലേ?